നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരയിൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൈഡ്രോപോണിക് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ ഭാഗം സെക്ഷൻ 1 വീഡിയോ ആയി നമ്മൾ കണ്ടു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ജോലികളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി ടെറസിൽ പ്ലാസ്റ്ററിങ് നടത്തി. ഈ പ്ലാസ്റ്റർ ചെയ്ത ഭാഗത്ത് സ്റ്റാൻഡുകൾ വെച്ചിട്ട് അതിന് മുകളിൽ പാത്തികൾ വെച്ചിട്ടുണ്ട്. പാത്തിയുടെ അറ്റങ്ങളിൽ ഇനി നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണം MCL കൊണ്ട്. അതേപോലെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യണം. പാത്തികളിൽ ഇടാൻ വേണ്ടി കുറച്ച് ബേബി ജെല്ലി എത്തിച്ചിട്ടുണ്ട്. തൽക്കാലം കുറച്ച് ബേബി ജെല്ലിയെങ്കിലും പാത്തിയിൽ ഇട്ടാൽ മാത്രമേ ഈ പാത്തികൾക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് MCL ഉപയോഗിച്ച് ജോയിൻറ്റുകൾ അടക്കാനും FTA ഘടിപ്പിക്കാനുമൊക്കെ. ബേബി ജെല്ലി എല്ലാ പാത്തികളിലും കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. എൻഡ് ക്യാപ്പും പാത്തിയും ചേരുന്ന ഉൾഭാഗത്ത് MCL ഉപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാത്തികളുടെയും അറ്റവും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. MCL മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തുള്ളികൾ കൂടി ചേർത്താൽ അതിൻ്റെ കാഠിന്യം കുറയുകയും നമുക്ക് എളുപ്പത്തിൽ ജോയിൻറ്റുകളിൽ തേച്ച് പിടിപ്പിക്കാനും കഴിയും. MCL ഇട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. നമുക്ക് എല്ലാ പാത്തികളുടെയും അറ്റത്ത് ഇനി FTA ഫിറ്റ് ചെയ്ത് തുടങ്ങാം. 3/4 ഇഞ്ച് സ്റ്റീൽ പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ദ്വാരം വളരെ കൃത്യമായിരിക്കും. ദ്വാരം ഒരു കാരണവശാലും വലുപ്പം കൂട്ടാൻ ശ്രമിക്കരുത്. ലീക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്ററിൻ്റെ ത്രെഡിൽ ഇങ്ങനെ നന്നായി വൈറ്റ് സീലിംഗ് ടാപ്പ് ചുറ്റുക. ഇനി നല്ലപോലെ ഈ അഡാപ്റ്റർ കൃത്യമായി പാത്തിക്കുള്ളിൽ FTA വെച്ച് തിരിച്ച് കയറ്റുക. നന്നായി ടൈറ്റ് ചെയ്യണം. പൈപ്പ് റെഞ്ച് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ടൈറ്റ് ചെയ്യാം. എൻഡ് ക്യാപ്പും പാത്തിയും ചേരുന്ന പുറം ഭാഗത്തും അതേപോലെ ഈ പുറത്തെ അഡാപ്റ്ററും പാത്തിയും ചേരുന്ന ഭാഗത്തും നമ്മൾ MCL ഇട്ട് പ്രൂഫ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബാക്കി പൈപ്പുകൾ ഫിറ്റ് ചെയ്ത ശേഷം ചെയ്യാം. ഈ സിസ്റ്റത്തിന് ആവശ്യമായ 40 വാട്ട് മോട്ടോറും ടൈമറും ഓൺലൈനിൽ വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇവ കിട്ടാനുണ്ട്. പല വിലകളിലും പല കമ്പനികളുടേതും കിട്ടാനുണ്ട്. ഈ മോട്ടോറിന് 500 രൂപയാണ് വില. 2.6 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളം ഉയർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ മോട്ടോറിന്. 230 വാട്ടിൽ വർക്ക് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 230 വാട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടോറാണെന്ന് ഉറപ്പുവരുത്തണം. വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ മോട്ടോർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാതെ ചെയ്താൽ മോട്ടോർ കേടുവരും. ഇതിൻ്റെ കൂടെയുള്ള ഈ കണക്ടർ ഇവിടെ സോൾവെൻ്റ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യേണ്ടി വരും. മോട്ടോറിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ മോട്ടോറിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈമറും നമുക്ക് പല വിലകളിലും ലഭ്യമാണ്. ഇതിൻ്റെ വില 800 രൂപയാണ്. ടൈമറിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് എത്ര തവണ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഒരു മിനിമം 12 തവണ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നതായിരിക്കണം ടൈമർ. ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ പവർ സപ്ലൈ കൊടുക്കേണ്ട ഭാഗവും മോട്ടോറിലേക്ക് കൊടുക്കേണ്ട ഭാഗവും പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടാകും. മോട്ടോറിലേക്ക് വയർ കൊടുക്കേണ്ട ഭാഗത്ത് ലോഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിൽ കുറേ സ്വിച്ചുകളൊക്കെ കണ്ട് പരിഭ്രമിക്കേണ്ട. വളരെ സിമ്പിളായ സാധനമാണ്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം നോക്കാം. ഈ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ 2 പാത്തികളിൽ നിന്നുള്ള വെള്ളം ഈ പൈപ്പുകളിലൂടെ വന്ന് ഇവിടെ ഒരു കോമൺ പൈപ്പിലൂടെ ടാങ്ക് വെച്ചിരിക്കുന്ന ഭാഗത്ത് എത്തും. അതുപോലെ ഈ സെറ്റിൽ നിന്ന് ഒരു കോമൺ പൈപ്പ് ടാങ്കിൻ്റെ ഭാഗത്ത് എത്തും. ഇനി ടാങ്കിൻ്റെ ഭാഗത്ത് ഇതെങ്ങനെ പോകുന്നെന്ന് നോക്കാം. ഇവിടെ പാത്തിയുടെ ആ അറ്റത്തു നിന്നും വന്ന പൈപ്പ് ഇവിടെ വെച്ച് ടീയിൽ കണക്ട് ചെയ്യും. ഈ പാത്തിയുടെ പൈപ്പും ഒരു ടീയിൽ ഇവിടെ കണക്ട് ചെയ്യും. ഇതുപോലെ തന്നെ അപ്പുറത്തെ സെറ്റിൽ നിന്നും ഒരു പൈപ്പ് വരുമല്ലോ.
അതും കൂടെ ഇവിടെ ഒരു ടീയിൽ ജോയിൻ്റ് ആകും. ഈ പൈപ്പിന് നമ്മൾ ഒരു വാൽവ് കൊടുക്കും. അങ്ങനെ 4 പാത്തികളിൽ നിന്നുള്ള വെള്ളം ഈ ടാങ്കിലേക്ക് എത്തും. വെള്ളത്തിൻ്റെ അളവ്, ടാങ്കിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് വാൽവ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. പൈപ്പുകൾ കൃത്യമായി മുറിച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാക്സോ ബ്ലേഡാണ്. ഈ ബ്ലേഡ് 4 രൂപ വിലയുള്ളൂ. ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹാൻഡിൽ ഹാർഡ്വെയർ ഷോപ്പിൽ തന്നെ കിട്ടും. ഹാൻഡിൽ ഉണ്ടെങ്കിൽ പൈപ്പുകൾ മുറിക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ പൈപ്പുകൾ മുറിച്ച് ഇങ്ങനെ കൃത്യമായി വെച്ച ശേഷം ജോയിൻറ്റും പൈപ്പിൻ്റെ ഭാഗവും ഇതുപോലെ മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യണം. പൈപ്പ് ഒരു 1/4-3/4 ഇഞ്ച് ഉള്ളിൽ പോകും. എല്ലാ എൽബൻറ്റിൻ്റെയും ടീയുടെയും പൈപ്പുമായി ചേരുന്ന ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്യുക. ബെൻഡിൻ്റെയും ടീയുടെയും ഒക്കെ ഉൾഭാഗം നന്നായി തുണി കൊണ്ട് തുടച്ച്, അതേപോലെ തന്നെ പൈപ്പിൻ്റെ പുറംഭാഗവും നന്നായി തുണി കൊണ്ട് തുടച്ചിട്ട് വേണം നമ്മളിത് സോൾവെൻ്റ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ. നമ്മൾ ഇത്തരം പൈപ്പുകൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത്തരം സോൾവെൻ്റാണ്. സോൾവെൻ്റ് ഉപയോഗിച്ച ശേഷം നന്നായി മൂടിയിട്ട് വെക്കണം. ബെൻഡിനകത്തും പൈപ്പിന് പുറത്തും സോൾവെൻ്റ് പുരട്ടുക. ഉടൻ തന്നെ പൈപ്പ് ബെൻഡിനകത്ത് കയറ്റി പ്രസ് ചെയ്ത് പിടിക്കണം. തിരിക്കാനൊന്നും പാടില്ല. പൈപ്പ് ബെൻഡിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് കൃത്യമായി വരുന്നെന്ന് ഉറപ്പുവരുത്തണം. 2 മിനിറ്റിനകം തന്നെ ഇത് ഇളകിപ്പോകാത്ത വിധം സ്ട്രോങ് ആയി ഒട്ടി നിൽക്കുന്നതാണ്. നമ്മുടെ പാത്തിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന അഡാപ്റ്ററിൻ്റെ പുറംഭാഗം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതിൻ്റെ ഉൾവശം നന്നായി തുടക്കുക. ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട പൈപ്പ് കഷ്ണത്തിൻ്റെ അറ്റവും നന്നായി തുടക്കുക. ഇതിനകത്തും പൈപ്പിൻ്റെ പുറത്തും സോൾവെൻറ്റ് പുരട്ടിയ ശേഷം അഡാപ്റ്ററിനകത്ത് പൈപ്പ് കടത്തി പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഈ സിസ്റ്റത്തിലെ പൈപ്പുകൾ മുഴുവൻ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് പൈപ്പുകളും ബെൻഡുകളും ടീകളുമെല്ലാം പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ജോയിൻറ്റുകളെല്ലാം മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇനിയാണ് നമ്മൾ ഇതെല്ലാം പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എൻഡ് ക്യാപ്പും പാത്തിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പുറം ഭാഗം MC കൊണ്ട് അടക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ അഡാപ്റ്റർ പാത്തിയുമായി ചേരുന്ന പുറം ഭാഗത്തും MC കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ MC ഉപയോഗിച്ച് ഈ ഭാഗങ്ങളൊക്കെ പ്രൂഫ് ചെയ്തു. എല്ലാ പാത്തികളും ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാനുള്ളത് പാത്തികളിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്നത്, മോട്ടോർ ഫിറ്റ് ചെയ്യുന്നത്, ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടെ ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭ്യമാകും. ഓക്കെ.